ഇപ്പോൾ ജിതിൻ, അർജുൻ്റെ സഹോദരി ഭർത്താവ് ടെലിഫോൺ ലൈനിലുണ്ട്. ജിതിൻ, ഇപ്പോൾ ഈ ഡ്രഡ്ജർ കാർവാർ വരെ എത്തിയിട്ടുണ്ട്. ഏറെ നാളത്തെ ശ്രമഫലമായി എന്ന് വെച്ചാൽ ഏറെ നാൾ ഇതിനു വേണ്ടി പരിശ്രമിച്ചിരുന്നു നിങ്ങളെല്ലാവരും. ഒടുവിൽ ആ ഡ്രഡ്ജർ കാർവാർ വരെ എത്തിയിട്ടുണ്ട്. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഒരുപക്ഷെ നാളെ ഈ ദൗത്യം പുനരാരംഭിക്കാൻ കഴിയും, വലിയൊരു ഇടവേളയ്ക്ക് ശേഷമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഔദ്യോഗികമായ എന്തെങ്കിലും അറിയിപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? താങ്കൾ അവിടേക്ക് പോയിട്ടുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും ഒരുപാട് നാളത്തെ കാത്തിരിപ്പ് തന്നെയായിരുന്നു. ഞാനിപ്പോ ഇവിടെ ഉണ്ട്, അങ്കോളയിൽ ഈ സ്പോട്ടിനടുത്തുണ്ട്, കാർവാറിലല്ല. ഈ സംഭവം നടന്ന ആ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. നാളെ തന്നെ ഗംഗാവലി പുഴയിലെത്തി തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ കാലാവസ്ഥ അനുകൂലമാണല്ലോ അല്ലെ? കാര്യമായ മഴയൊന്നും പെയ്യുന്നില്ല. തീർച്ചയായിട്ടും മഴയൊന്നുമില്ല. എല്ലാം കൊണ്ട് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഈ ഡ്രഡ്ജർ എത്തുന്ന ഒരുപാട് പേരെ കഷ്ടപ്പാടുണ്ട്. മഞ്ചേശ്വരം MLA, കോഴിക്കോട് MP രാഘവേട്ടൻ, അവരെല്ലാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ഡ്രഡ്ജർ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്നലെ കടൽ കാറ്റ് പ്രശ്നമായിരുന്നു, അതിൻ്റെ യാത്ര വൈകി. ഇന്നിപ്പോൾ കാർവാർ തുറമുഖത്ത് അതിപ്പോൾ അടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു വേലിയിറക്ക സമയം നോക്കി 2 പാലങ്ങൾക്ക് താഴെയോട് കടന്നു പോകേണ്ടത് കൊണ്ട് ആ സാഹചര്യമൊക്കെ പരിശോധിച്ച് വരും. അപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ നാളെ വ്യാഴാഴ്ചയോടെ അവിടെ ദൗത്യം പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ്. അപ്പോൾ ഈ കുടുംബാംഗങ്ങളെ ഈ ജില്ലാ ഭരണകൂടമോ അവിടുത്തെ സർക്കാരോ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് ചെയ്ത വിവരങ്ങൾ അറിയിക്കുന്നുണ്ടോ? ഇല്ല, ജില്ലാ ഭരണകൂടത്തിനും ഭാഗത്ത് അങ്ങനെ ഒരു അപ്ഡേഷൻ ഒന്നും ഇതുവരെ നമ്മളായിട്ട് ചോദിക്കുമ്പോൾ എന്തെങ്കിലും റിപ്ലൈ തരുന്നതല്ലാതെ നമ്മുടെ തിരിച്ച് ഇങ്ങോട്ട് റിപ്ലൈ ഒന്നും ഇതുവരെ തന്നിട്ടില്ല, ഒരു അപ്ഡേഷൻ ഒന്നും തന്നിട്ടില്ല. മാധ്യമങ്ങൾ വഴി തന്നെയാണ് കാര്യങ്ങളെല്ലാം അറിയുന്നത്. അർജുൻ്റെ ബന്ധു സഹോദരി ഭർത്താവ് ജിതിനാണ് സംസാരിച്ചത്. ജിതിൻ ഈ ദൗത്യ മേഖലയിൽ തന്നെയുണ്ട്. വളരെ നന്ദി ജിതിൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. എന്തായാലും നാളെയോടെ ദൗത്യം പുനരാരംഭിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നാളെ ഈ ഡ്രഡ്ജർ അവിടെ എത്തിക്കും. ഇപ്പോഴത് കാർവാർ തുറമുഖത്ത് അടുത്തിട്ടുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടത്. തുറമുഖത്തേക്ക് ഏതാണ്ട് അത് അടുപ്പിച്ചിട്ടുണ്ട്. വേലിയിറക്ക സമയം അത്തരം സാഹചര്യങ്ങൾ നോക്കി പുഴയിലെ ജലനിരപ്പ് ക്രമീകരിച്ച് നിൽക്കുന്ന അതിന് കടന്നു പോകാൻ 2 പാലമുണ്ട്. ആ പാലത്തിന് താഴെ ഭാഗത്തുകൂടി ഇത് കടത്തിക്കൊണ്ട് പോകണം ഈ ടഗ് ബോട്ട്. അപ്പോഴങ്ങനെ പോകാൻ പറ്റുന്ന സമയമാകുമ്പോഴേക്കും അത് കടന്നു പോകും. ഒരുപക്ഷെ നാളെ രാവിലെയോടെ ഈ ദൗത്യ മേഖലയിൽ എത്തിക്കാൻ കഴിയും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാണ്, കാര്യമായ പ്രശ്നങ്ങളില്ല. ശിരൂരിൽ തെരച്ചിൽ പുനരാരംഭിക്കാൻ പറ്റുന്ന തരത്തിൽ കാര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കാർവാറിൽ ഡ്രഡ്ജർ എത്തിച്ചിട്ടുണ്ട്, തുറമുഖത്ത് അത് അടുപ്പിച്ചിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകി.